ലഹരിക്കെതിരായ യുദ്ധത്തിലാണ് നമ്മുടെ നാട്. കൈവശമുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ്. നാട്ടുകാരെ ചേർത്ത് നിർത്താൻ വർഷങ്ങൾ പഴക്കമുള്ള നാടൻ കളികളുടെ ഒരു ശേഖരം അല്ലെങ്കിൽ അത്തരം കളികളിലൂടെയാണ് മലപ്പുറത്തെ കാവനൂർ പഞ്ചായത്ത് ഭാരവാഹികൾ ഇപ്പോൾ ഈ ഉദ്യമം ചെയ്യുന്നത്. ലഹരിക്കെതിരെ നാടൻ കളികളിലൂടെ ഒരു പ്രതിരോധം എന്ന ആശയത്തിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. കാണാം. നമുക്കിപ്പം അരുൺ അമർനാഥ് ചേർന്നുണ്ട്. അരുൺ, നമുക്കറിയാം ഇപ്പോൾ ലഹരി വേട്ടയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കാൻ പലവിധ മാർഗങ്ങളാണ് നടക്കുന്നത്, പാട്ടിലൂടെയും മറ്റ് പല വഴികളിലൂടെയും. ഇപ്പോൾ ഇതാ നാടൻ കളികളിലൂടെയും ഇത്തരത്തിലൊരു പ്രതിരോധ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ്. അതെ, ജയലക്ഷ്മി സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വലിയൊരു പോരാട്ടത്തിലാണ്. ലഹരിക്കെതിരെ പല വിധത്തിലുള്ള പോരാട്ടം നമ്മൾ നടത്തുന്നു. അതിലാണ് ഇവിടെ അരീക്കോട്ടെ കാവനൂരെ സ്പാർക്കിൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു വ്യത്യസ്തമായ ആശയവുമായി വന്നിരിക്കുന്നത്. അതിൽ വെറുമൊരു ഒരു പോരാട്ടത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ഒരു പൈതൃകമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്ക് പരിചിതമല്ലാത്ത പല കാര്യങ്ങളും കൂടി അവതരിപ്പിച്ച് കൊടുത്തുകൊണ്ടാണ് ഒരു അവബോധം സൃഷ്ടിക്കുന്നതെന്ന ഒരു ഉത്തമ മാതൃക തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ജയലക്ഷ്മിക്കൊക്കെ ഓർമ്മയുണ്ടോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ പല കളികൾ ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയിച്ചുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ എൻഗേജായി നിർത്തിക്കൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണമാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വേനൽക്കാലത്ത് രാവിലെയൊക്കെ ഇറങ്ങുന്നതായിരിക്കും, ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം പോലും വേണ്ടി വരില്ല, വൈകുന്നേരമായിരിക്കും തിരികെ കയറുക. അങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള നാടൻ കളികൾ ലഹരിയായിരുന്ന ഒരു കാലമുണ്ടായി. കക്ക് കളി, ഗോട്ടിക്കളിയൊക്കെ നമ്മുടെ ഇന്ന് അത് ഗൃഹാതുരത്തിൻ്റെ ഭാഗമായി. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ബോധവൽക്കരണം തന്നെയാണ് എന്തായാലും കാവനൂരെ ഈ ഒരു നാട്ടുകാർ ലക്ഷ്യമിട്ടത് എന്നുള്ളത് തന്നെയാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ ഇനിയും വ്യത്യസ്തമായ ആശയവുമായി ലഹരിക്കെതിരെ പോരാടാൻ അവർക്ക് എന്തായാലും പറ്റട്ടെ. ജയലക്ഷ്മി. തീർച്ചയായിട്ടും അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ ലഹരി ഇത്തരം നാടൻ കളികളോടൊക്കെ ആയിരുന്നു, സംസാരിക്കുന്നതിനോടായിരുന്നു, കൂട്ടുകൂടുന്നതിനോടായിരുന്നു. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ നിന്നൊക്കെ വഴിതെറ്റി പോകുന്നുണ്ട്. എന്തായാലും അവരെ തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. ഇത്തരം പല മാർഗങ്ങളിലൂടെ അത് മുന്നോട്ട് വെക്കുകയും ചെയ്യും.